കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 3 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരാണ് പ്രതികൾ. ഉമേഷ് ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, 2023 നവംബർ 25 ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിലയിലുള്ള അപകടം, 4 കുട്ടികളുടെ മരണമടക്കം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിർണായകമായി ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ? കാവ്യ, ഈ അതിദാരുണമായ കുസാറ്റ് ദുരന്തം ഉണ്ടായി 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുസാറ്റിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, ഡോക്ടർ എൻ ബിജു എന്നിങ്ങനെ 3 പ്രതികൾ, അവരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച കൃഷ്ണ ഫെസ്റ്റിന്റെ ചെയർമാനായിരുന്നു അന്ന് പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹു. അധ്യാപകർ കൺവീനറും ട്രഷററുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് പ്രധാന ഉത്തരവാദിത്തം. ഈ 4 പേർ മരിക്കാനിടയായ ദുരന്തത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ഈ സംഘാടക സമിതിക്ക് നേതൃത്വം നൽകിയ അധ്യാപകർക്കാണ് എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് 3 പേരെയും പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയത്. ഇപ്പോൾ 3 പേർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് അന്ന് പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഈ വലിയ വീഴ്ച ഇവർക്ക് ഉണ്ടായി എന്ന് കണ്ടതിനെ തുടർന്ന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 നവംബർ 25 ഈ നാടിനെ നടുക്കിയ ഈ ദുരന്തം ഉണ്ടായത്. അതിൽ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബിയുടെ നേതൃത്വത്തിലാണ് സമഗ്രമായ അന്വേഷണം നടത്തുകയും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കാവ്യ. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കുസാറ്റിന്റെ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.